ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട, ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് മൂസാ നബി അലൈഹിസ്സലാം. ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നെങ്കിലും അതേ രാജാവിൻ്റെ അഹങ്കാരത്തെ തകർത്ത പ്രവാചകനായിരുന്നു അദ്ദേഹം. ഫിർഔൻ എന്ന ക്രൂര ഭരണാധികാരി ഈജിപ്ത് ഭരിച്ചിരുന്ന കാലം. താൻ തന്നെയാണ് പരമദൈവമെന്ന് അവൻ പ്രഖ്യാപിച്ചു. ബനൂ ഇസ്രായേൽ ജനതയെ അടിമകളാക്കി പീഡിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം അവൻ്റെ രാജജ്യോതിഷികൾ ഒരു പ്രവചനം നടത്തി. ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് ഫിർഔൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിന് കാരണമാകും എന്നായിരുന്നു അത്. ഇത് കേട്ട ഫിർഔൻ ഭയന്നു. ബനൂ ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ അവൻ ഉത്തരവിട്ടു. അങ്ങനെ ഭയവും കണ്ണീരും നിറഞ്ഞ കാലത്താണ് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അള്ളാഹു മൂസാ നബിയുടെ മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രചോദനം നൽകി. കുഞ്ഞിനെ ഒരു ചെറിയ പെട്ടിയിലാക്കി നൈൽ നദിയിലൊഴുക്കാൻ. ഒരു ഉമ്മയ്ക്ക് ഇതിലും വലിയ പരീക്ഷണം എന്തുണ്ടാകാം? നദിയിലൂടെ ഒഴുകിയ ആ പെട്ടി അത്ഭുതകരമായി എത്തിയത് ഫിർഔൻ്റെ കൊട്ടാരത്തിലേക്കായിരുന്നു. ഫിർഔൻ്റെ ഭാര്യ കുഞ്ഞിനെ കണ്ടപ്പോൾ അവനോട് വലിയ സ്നേഹം തോന്നി. അങ്ങനെ കൊല്ലാൻ ഉത്തരവിട്ട ഫിർഔൻ്റെ സ്വന്തം കൊട്ടാരത്തിൽ തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം വളർന്നത്. ബാല്യത്തിൽ നടന്ന ഒരു സംഭവം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. ഒരു ദിവസം ഫിർഔൻ്റെ മുമ്പിൽ സ്വർണവും കത്തുന്ന കൽക്കരിയും വെച്ചു. കുഞ്ഞനായ മൂസ സ്വർണത്തിലേക്ക് കൈ നീട്ടിയപ്പോൾ ഒരു മലക്ക് അദ്ദേഹത്തിൻ്റെ കൈ കൽക്കരിയിലേക്ക് തിരിച്ചു. കത്തുന്ന കൽക്കരി വായിൽ വെച്ചതിനെ തുടർന്ന് നാവ് പൊള്ളുകയും സംസാരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പറയുന്നു. വർഷങ്ങൾ കടന്നുപോയി. മൂസാ നബി അലൈഹിസ്സലാം യുവാവായി വളർന്നു. ഒരു ദിവസം നഗരത്തിൽ നടക്കുമ്പോൾ ഒരു ഇസ്രായേലിനും ഒരു ഈജിപ്തുകാരനും തമ്മിൽ കലഹിക്കുന്നത് കണ്ടു. സഹായം അഭ്യർത്ഥിച്ച ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഇദ്ദേഹം ഇടപെട്ടു. എന്നാൽ അബദ്ധത്തിൽ ഈജിപ്തുകാരൻ മരണപ്പെട്ടു. ഈ സംഭവം മൂസാ നബിയെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹം ഉടൻ തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടി. എന്നാൽ വാർത്ത ഫിർഔൻ്റെ കൊട്ടാരത്തിലെത്തി. മൂസാ നബിയെ കൊല്ലാൻ ഉത്തരവിറങ്ങി. അപ്പോൾ ഒരു സത്യവിശ്വാസി രഹസ്യമായി വന്ന് മുന്നറിയിപ്പ് നൽകി. മൂസ, നിന്നെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ഉടൻ ഇവിടെ നിന്ന് പോകൂ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്ത് വിട്ട് മദീനയിലേക്ക് യാത്രയായി. പരിചയമില്ലാത്ത നാട്, കയ്യിൽ സമ്പത്തില്ല, പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രം. മദീനയിലെത്തിയപ്പോൾ 2 സ്ത്രീകൾ വെള്ളമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടു. അദ്ദേഹം സഹായിച്ചു. പിന്നീട് അവരുടെ പിതാവുമായി കണ്ടുമുട്ടി. പിന്നീട് അതിലൊരാളെ വിവാഹം കഴിച്ചു. ഇസ്ലാമിക ചരിത്രകാരന്മാരിൽ പലരും അദ്ദേഹത്തെ ഷുഹൈബ് നബി അലൈഹിസ്സലാം ആണെന്ന് പറയുന്നു. കുറേ വർഷങ്ങൾ അവിടെ ജീവിച്ച ശേഷം മൂസാ നബി അലൈഹിസ്സലാം കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. യാത്രമധ്യേ തൂർ പർവ്വതത്തിന് സമീപം ഒരു തീ കണ്ടു. അവിടേക്ക് എത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു വിളി കേട്ടു. മൂസ, ഞാൻ നിന്റെ രക്ഷിതാവായ അള്ളാഹു ആകുന്നു. ആ നിമിഷ ചരിത്രം മാറി. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ വടി നിലത്തിടാൻ അള്ളാഹു കൽപ്പിച്ചു. വടി ഒരു വലിയ പാമ്പായി മാറി. പിന്നെ കൈ വസ്ത്രത്തിനുള്ളിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് പ്രകാശിച്ചു. ഇവ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സംസാരത്തിലെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂൻ നബിയെ സഹായിയായി നൽകി. ഇരുവരും ഫിർഔൻ്റെ അരമനയിലെത്തി. അവനെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ഫിർഔൻ അഹങ്കരിച്ചു. ഞാനാണ് നിങ്ങളുടെ പരമോന്നത രക്ഷിതാവ് എന്നായിരുന്നു അവൻ്റെ വാദം. ഫിർഔൻ രാജ്യത്തെ മാന്ത്രികരെ മുഴുവൻ വിളിച്ചുകൂട്ടി. വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ മത്സരം നടന്നു. മാന്ത്രികർ അവരുടെ കയറുകളും വടികളും എറിഞ്ഞു. അവ പാമ്പുകളെപ്പോലെ തോന്നി. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ വടി എറിഞ്ഞു. അത് യഥാർത്ഥ പാമ്പായി മാറി. മാന്ത്രികരുടെ വ്യാജ മന്ത്രവാദങ്ങളെ വിഴുങ്ങി. സത്യം തിരിച്ചറിഞ്ഞ മാന്ത്രികർ ഉടൻ സാഷ്ടാംഗം വീണു. ഞങ്ങൾ മൂസയുടെയും ഹാറൂൻ്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഇത് ഫിർഔനെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. അവൻ വിശ്വാസികളെ പീഡിപ്പിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം അടുത്തിരുന്നു. അവസാനം അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലിനെ കൂട്ടി രാത്രിയിൽ ഈജിപ്ത് വിടാൻ കൽപ്പിച്ചു. അവർ യാത്ര തുടങ്ങി. എന്നാൽ പിന്നിൽ ഫിർഔനും വലിയ സൈന്യവും പിന്തുടർന്നു. മുന്നിൽ കടൽ, പിന്നിൽ ശത്രു. ജനങ്ങൾ ഭയന്നു. ഇനി നാം പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വാക്കുകളിൽ ഒന്ന് പറഞ്ഞു. അല്ല, എൻ്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട്. അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അള്ളാഹു വടികൊണ്ട് കടലിൽ അടിക്കാൻ കൽപ്പിച്ചു.
മൂസാ നബി വടികൊണ്ട് കടലിൽ അടിച്ചു. അത്ഭുതം സംഭവിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വടികൊണ്ട് കടലിൽ അടിച്ചു. കടൽ രണ്ടായി പിളർന്നു. രണ്ടു വശത്തും മലകൾ പോലെ വെള്ളം ഉയർന്നു നിന്നു. നടുവിൽ വരണ്ട വഴി രൂപപ്പെട്ടു. ബനൂ ഇസ്രായേൽ സുരക്ഷിതമായി കടന്നു. അവരെ പിന്തുടർന്ന് ഫിർഔനും സൈന്യവും അതേ വഴിയിലൂടെ കയറി. എന്നാൽ അവസാന മനുഷ്യനും കടന്നെത്തിയപ്പോൾ വെള്ളം വീണ്ടും ഒന്നിച്ചു. ഫിർഔനും അവൻ്റെ സൈന്യവും മുങ്ങി മരിച്ചു. അഹങ്കാരത്തിൻ്റെ അവസാനം അതായിരുന്നു. പിന്നീട് അള്ളാഹു മൂസാ നബിക്ക് തൗറാത്ത് നൽകി. അള്ളാഹുവോട് നേരിട്ട് സംസാരിക്കാനുള്ള മഹത്തായ പദവി ലഭിച്ചതിനാൽ അദ്ദേഹം കലിമുല്ലാ എന്ന പേരിൽ അറിയപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് ശേഷം മിഹ്റാജ് രാത്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗലോകങ്ങളിൽ മൂസാ നബിയെ കണ്ടുമുട്ടി. അത് അദ്ദേഹത്തിൻ്റെ മഹത്തായ സ്ഥാനത്തെ തെളിയിക്കുന്ന സംഭവമാണ്. മൂസാ നബിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുന്നവന് മുന്നിൽ കടൽ പോലും പിളരും. വഴിയില്ലെന്ന് മനുഷ്യർ കരുതുന്നിടത്ത് അള്ളാഹു പുതിയ വഴികൾ തുറക്കും. ഇതാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അത്ഭുതകരമായ ജീവിതകഥ.